ഊം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ഏത് വസ്തുവിന്റെയും നന്മ മാത്രം കാണുക. സത്വഗുണ സമ്പൂർണനും സംശയരഹിതനുമായ ത്യാഗി അസുഖകർമ്മങ്ങളെ വെറുക്കുന്നില്ല, സുഖകർമ്മങ്ങളിൽ ആസക്തനായി പോകുന്നുമില്ല. നദ്വേഷ്ടകുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗീ സത്വസമാവിഷ്ടോ മേധാവീ ചിന്ന സംശയ. പ്രിയരെ, തൊഴിലറിയാത്തവൻ പണിയായുധങ്ങളെ കുറ്റം പറയുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ കുറവുകളെ മറച്ചുപിടിച്ച് മറ്റുള്ളവരുടെ കുറവുകളെ പർവ്വതീകരിച്ച് കാണിക്കുന്നത് നല്ല ശീലമല്ല. ആരിലും എന്തിലും നന്മ മാത്രം കാണാൻ ശീലിക്കുക. ഒരാൾക്ക് സ്വന്തം വീട് അമംഗളമായി തോന്നി, അതിനാൽ അത് വിട്ട് ഗ്രാമത്തിൽ ചെന്നു. ആ ഗ്രാമത്തിലും മാലിന്യം കണ്ടതുകൊണ്ട് അയാൾ കാട്ടിലേക്ക് പോയി. അവിടെ ഒരു മാവിൻ ചുവട്ടിൽ ഇരുന്നപ്പോൾ ഒരു പക്ഷി അയാളുടെ തലയിൽ കാഷ്ടിച്ചു. ഇതെല്ലാം കണ്ട് അയാൾ ആകെ വെറുത്തു. സൃഷ്ടി മുഴുവനും അമംഗളമാണ്, ഇവിടെ നിന്നും തിരിച്ചു പോകുകയല്ലാതെ ഗതിയില്ല എന്ന് നിശ്ചയിച്ചു. അയാൾ ചിതകൂട്ടി മരിക്കാൻ തീരുമാനിച്ചു. ഈ സമയം ഒരു ഗൃഹസ്ഥൻ അവിടെ എത്തി അദ്ദേഹത്തോട് ചോദിച്ചു, മരിക്കാൻ മാത്രം എന്തുണ്ടായി? അയാൾ പറഞ്ഞു, ഈ ലോകം അമംഗളമായതുകൊണ്ട് എന്ന്. ഗൃഹസ്ഥൻ പറഞ്ഞു, നിന്റെ ഈ വൃത്തികെട്ട ശരീരം, ഈ മേധസ് ഇവിടെ ദഹിക്കാൻ തുടങ്ങിയാൽ എത്ര ദുർഗന്ധം പരക്കും. ഞങ്ങൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, ഞങ്ങൾ എവിടെ പോകും? ഒരു രോമം കരിഞ്ഞാൽ എന്ത് ദുർഗന്ധമാണ്. ഗൃഹസ്ഥന്റെ ഈ ചോദ്യം കേട്ട് അയാൾക്ക് ബോധോദയമുണ്ടായി. ഈ ലോകത്തിൽ നല്ലത് ചീത്ത എന്നിങ്ങനെ തരംതിരിവുകളില്ല. ഒരു വസ്തുവിനോടുള്ള നമ്മുടെ മനോഭാവമാണ് അതിനെ നല്ലതോ ചീത്തയോ ആക്കി മാറ്റുന്നത്. എന്തിലും നന്മ മാത്രം കാണാൻ ശീലിക്കുക. അത് നമ്മിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.